جمال الوجود بذكر الإله وتصفو الحياة بنور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ രണ്ട് സ്ത്രീകൾ വന്നു. അവരുടെ അടുക്കൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. രണ്ടുപേരും വാദിക്കുന്നത് ഇത് തന്റെ കുഞ്ഞാണ് എന്ന് വാദിക്കുകയാണ്. ഒരു രീതിയിലുള്ള തെളിവുകളും അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രായത്തിൽ കൂടുതലുള്ള സ്ത്രീക്ക് വേണ്ടി ആ കുഞ്ഞിനെ വിധിക്കുകയാണ്. കാരണം വേറെ തെളിവുകളൊന്നുമില്ല. മാത്രമല്ല, ആ കുട്ടിയാണെങ്കിൽ അവരുടെ കയ്യിലുമാണ് ഉള്ളത്. എന്നാൽ പ്രശ്നം അവിടെ പരിഹരിക്കുന്നില്ല. വീണ്ടും ഇങ്ങനെ പരസ്പരം തർക്കിക്കുകയാണ്. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവരുടെ വിശദീകരണങ്ങൾ കേട്ടതിന് ശേഷം ഒരു കത്തി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ജീവനോടുകൂടെ രണ്ടുപേർക്കും ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി ഭാഗിച്ച് നിങ്ങൾക്ക് തുല്യമായിട്ട് ഓരോ ഭാഗങ്ങൾ തരാം എന്ന് പറയുകയാണ്. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടും രണ്ടുപേരും തങ്ങളുടെ വാദത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അങ്ങനെ പിന്മാറുമ്പോൾ ഇത്രയും നേരം താൻ പറഞ്ഞത് കളവാണ് എന്ന് രാജാവ് മനസ്സിലാക്കുകയും ശക്തമായ ശിക്ഷാ നടപടി രാജാവിന്റെ പക്കൽ നിന്നും അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം രണ്ടുപേരും തങ്ങളുടെ വാദത്തിൽ നിന്നും പിന്മാറിയില്ല. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെ മുറിക്കുന്നതിന് വേണ്ടി കത്തി ഉയർത്തുന്ന സമയത്ത് പ്രായം കുറഞ്ഞ സ്ത്രീ വന്നുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്, ഹുവ ബനുഹ, ആ കുട്ടിയെ മുറിച്ച് വധിക്കണ്ട, അത് അവളുടെ കുട്ടിയാണ്, അവൾക്ക് കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, കള്ളം പറഞ്ഞതിന്റെ ശിക്ഷ എനിക്ക് തന്നേക്ക് എന്ന് പറയുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ കുട്ടി പ്രായം കുറഞ്ഞ ഈ സ്ത്രീയുടേതാണെന്ന് വിധിക്കുകയാണ് ഉണ്ടായത്. ബഹുമാനികളെ, മുത്തഫഖുൻ അലൈഹിയായ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ളതായ ഹദീസിൽ വന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നഹ ആസറത്ത് ഹയാത്തഹു, ഞാൻ കളവാണ് പറഞ്ഞത്, കളവ് പറഞ്ഞതിന്റെ ശിക്ഷ എനിക്ക് തന്നേക്ക്, ഞാനത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടുന്ന ശിക്ഷയെ സഹിക്കാൻ തയ്യാറാകുന്നത് ഒരു പെറ്റുമ്മക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പ്രായം കുറഞ്ഞ പെണ്ണിന് വേണ്ടി കുഞ്ഞിന് വിധിക്കുകയാണ് ഉണ്ടായത്. ബഹുമാനികളെ, ഇതാണ് പെറ്റുമ്മയുടെ പ്രത്യേകത. മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ പല കള്ളങ്ങളും അവർ പറയും, അല്ലെ? ഭക്ഷണം തികയാതെ വരുമ്പോ എനിക്ക് വിശപ്പില്ല എന്ന് പറയും അവർ. വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുമ്പോ വാഹനത്തിൽ കയറാൻ സ്ഥലമില്ലെങ്കിൽ അവർ പറയുന്ന കളവെന്താ? ഒന്നുകിൽ എനിക്ക് വരാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് ശരീരത്തിന് അസ്വസ്ഥമാണ്. ഇങ്ങനെ പല കള്ളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉമ്മമാരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പെറ്റുമ്മയുടെ ഒരു പ്രത്യേകതയാണ്. ഹദീസിൽ നിന്നുള്ള ഈ സംഭവത്തിന്റെ ഗുണപാഠം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൂർമ്മ ബുദ്ധിയും അതുപോലെ തന്നെ ഒരു പെറ്റുമ്മയുടെ യഥാർത്ഥമായ സ്നേഹവുമാണ് അവിടെ നമുക്ക് പ്രകടമാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തുള്ള ആയുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.